ബാഴ്സലോണയുടെ 125ാമത്തെ ആനിവേഴ്സറി. അതിനോടനുബന്ധിച്ച് ബാഴ്സലോണയിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിലെ ഒരു താരമായ ലയണൽ മെസ്സിയും അതുപോലെ സൂപ്പർ താരം നെയ്മർ ജൂനിയറൊക്കെ അതുമായി ബന്ധപ്പെട്ട് ബാഴ്സയുമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ വന്നുകൊണ്ട് സംസാരിച്ചിരിക്കുകയാണ്. രണ്ടുപേരും ഒരുപാട് ബാഴ്സയെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് രണ്ടാളുടെയും പ്രസ്താവനകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ബാഴ്സലോണയുടെ ആരാധകനാകാൻ കഴിഞ്ഞതും ബാഴ്സയുടെ ഭാഗമാകാൻ കഴിഞ്ഞതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. എൻ്റെ ജീവിതം ഈ ഒരു ക്ലബിന് വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എന്നാണ് ലയണൽ മെസ്സി കുറിച്ചത് ബാഴ്സയുടെ ഈ ഒരു 125ാം ആനിവേഴ്സറിയോട് അനുബന്ധിച്ചിട്ട്. ബാഴ്സയുമായിട്ടുള്ള തൻ്റെ ബന്ധം എന്നും തൻ്റെ ഹൃദയത്തിൽ നിലനിൽക്കും എന്നുള്ള പ്രസ്താവനയാണ് സൂപ്പർ താരം നെയ്മർ ജൂനിയർ പറഞ്ഞത്. ഏതായാലും ഇരുവരും ഈ ഒരു ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കാണും തങ്ങളുടെ ബാഴ്സയുമായിട്ടുള്ള അനുഭവം. ഏതായാലും ക്ലബ്ബ് ഫുട്ബോളിൽ ബാഴ്സയിൽ ലയണൽ മെസ്സി ഉണ്ടാക്കിയ ഓളം എക്കാലത്തും ഇനിയിപ്പോൾ അന്ന് കണ്ടമാന റെക്കോർഡുകൾ വേറെ എടുത്ത് പറയുകയാണെങ്കിൽ വേറെ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ പുറത്ത് ആ ബാഴ്സ എന്ന ക്ലബ്ബ് അദ്ദേഹത്തിൻ്റെ ഹോമായിട്ട് അദ്ദേഹം കണ്ടു എന്നുള്ളതാണ്. തിരിച്ചിപ്പോൾ ഇന്റർ മയാമിയിൽ നിന്ന് തിരിച്ച് ബാഴ്സയിലേക്ക് തന്നെ മടങ്ങും എന്നുള്ള ചർച്ചകളൊക്കെ ആൾറെഡി നമ്മൾ കാണുന്നുണ്ട്. ഇന്റർ മയാമി കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ച് ബാഴ്സയിലേക്ക് തന്നെ പോയിട്ട് അവിടെ നിന്ന് തന്നെ കരിയർ അവസാനിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ചകളിലൊക്കെ കാണുന്നുണ്ട്. അദ്ദേഹത്തിനും അത് തന്നെ ആയിരിക്കാം താല്പര്യം. അദ്ദേഹം കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് തിരിച്ചെത്തും എന്നുള്ള പ്രസ്താവനയൊക്കെ അദ്ദേഹം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാഴ്സയിൽ നിന്ന് പോകുന്ന സമയത്ത് അദ്ദേഹം സംസാരിച്ച സമയത്ത് ഒരുപാട് വിങ്ങിപ്പൊട്ടിങ്ങാണ്ട് കരഞ്ഞിട്ടൊക്കെയാണ് സംസാരിച്ചത്. സംസാരിച്ചത് അത്രയും ബാഴ്സയെ അത്രയും ഹൃദയത്തിലേറ്റി നടക്കുന്ന ഒരു താരമാണ് ലയണൽ മെസ്സി. അദ്ദേഹം വളർന്നതും അദ്ദേഹം എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും ആ ഒരു ക്ലബിൽ നിന്ന് മാത്രമാണ് അല്ലേ. അതുപോലെ തന്നെ സൂപ്പർ താരം നെയ്മർ ജൂനിയർ കുറച്ച് കാലങ്ങൾ മാത്രമാണ് കളിച്ചത് എങ്കിലും MSN ത്രയം, ആ ഒരു ത്രയത്തെയാണ് അവിടെ കൂടുതൽ പറയേണ്ടത്. ആ 3 പേരും പാടെ ഉണ്ടാക്കിയ ഓളം ഫുട്ബോളിൽ MSN എന്ന് കേട്ട് കഴിഞ്ഞാൽ ഏതൊരു ഓപ്പോസിറ്റും പേടിച്ച് പോകുന്ന ഒരു കാലം. ഒരു 1.5 മത്സരങ്ങളായിരുന്നു അവർ 3 പേരും കളത്തിൽ ഒരുമിച്ചുണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ, മെസ്സിയും സുവാരസും നെയ്മറും. ഏതായാലും ഒരുപാട് ഓർമ്മകൾ ബാഴ്സയിൽ നിന്ന് ഇവർ 2 പേരിൽ നിന്നും നമുക്ക് ഉണ്ടായിട്ടുണ്ട്, മെസ്സിയിൽ നിന്നും നെയ്മറിൽ നിന്നൊക്കെ. മെസ്സിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട് തന്നെയാണ് ബാഴ്സ എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ 2 പേരും 125ാമത്തെ ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട് വന്നിക്കാണ്ട് ഇപ്പോൾ അവരുടെ ബാഴ്സയുമായിട്ടുള്ള ഹൃദയസ്പർശമായിട്ടുള്ള ബന്ധങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്.